Hello everyone, welcome to Ejipod Plus One Commerce and Humanities channel. It's me, Nafi. അപ്പോൾ നിങ്ങളുടെ ഹിസ്റ്ററി എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ലൈവുകളാണ് നമ്മൾ തരിക, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കിഡ്ലൻ സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 ഹിസ്റ്ററിയിൽ ഫുൾ മാർക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ഒരു ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് +1 ഹിസ്റ്ററിയിൽ ഫുൾ മാർക്ക് നേടിത്തരേണ്ട, ഫുൾ മാർക്ക് നേടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരും കേട്ടോ. അതിന് മുന്നേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ വേണം, അത് നിങ്ങൾക്ക് +1 ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ nafi.ejipod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക, ഒന്ന് ഫോളോ ചെയ്ത് വെക്കട്ടെ. നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ലൈവുകളാണ് തരും. ഇന്ന് മാർച്ച് 11 ചൊവ്വാഴ്ച രാത്രി 7:30 എല്ലാ ദിവസവും രാത്രി 7:00 7:30 നമ്മുടെ ചാനലിൽ എന്തുണ്ടാവും, ലൈവ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് രാത്രി 7:00 ഹിസ്റ്ററിയിലെ 3 ചാപ്റ്റേഴ്സിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ, അതായത് ഈ ഷുവർ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റാക്കി തരും കേട്ടോ. ഇത് 3 ചാപ്റ്റർ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. 1-ാമത്തെയും 2-ാമത്തെയും 10-ാമത്തെയും ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് രാത്രി 7:00 സെറ്റാക്കുന്നു. പിന്നെ നാളെ മാർച്ച് 12 ബുധനാഴ്ച രാത്രി 7:00 എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള 2 ചാപ്റ്റേഴ്സ്, ചാപ്റ്റർ 4 and 6 നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റാക്കുന്നു. ഇനി മാർച്ച് 13 വ്യാഴാഴ്ച രാത്രി 7:00 5-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും 10-ാമത്തെയും ചാപ്റ്റേഴ്സ്, അങ്ങനെ ഈ 10 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് ഈ ഒരു 3 ദിവസം നമ്മൾ സെറ്റാക്കുന്നു. എന്നിട്ട് മാർച്ച് 14 വെള്ളിയാഴ്ച മോർണിംഗ് അല്ല, മാർച്ച് 14 വെള്ളിയാഴ്ച രാത്രി നൈറ്റ് ആട്ടോ, മോർണിംഗ് തന്നതാണ്. മാർച്ച് 14 വെള്ളിയാഴ്ച രാത്രി 7:30 നമ്മൾ പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ പിറ്റേന്ന് മാർച്ച് 15 നടക്കാൻ പോകുന്ന, മാർച്ച് 15 ശനിയാഴ്ച നടക്കാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ലൈവിന് മാത്രം വന്നാൽ മതി, കാര്യമില്ല കേട്ടോ. എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചോളൂ. ഒരാൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല, ഒരാൾക്ക് A+ കിട്ടിയിട്ടില്ല. എക്സാമിൻ്റെ തലേന്ന് മാത്രം നിങ്ങൾ പഠിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു 50 മാർക്ക് മാക്സിമം പോയാൽ കിട്ടുള്ളൂ. മാക്സിമം 40 മാർക്ക് കൂടുതലൊന്നും തലേന്ന് പഠിച്ചാൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇന്ന് മുതൽ മാർച്ച് 11 ചൊവ്വാഴ്ച ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, 15-ാം തീയതി നടക്കുന്ന ഹിസ്റ്ററി എക്സാം ഈസി ആയിരിക്കും, 15-ാം തീയതി നടക്കുന്ന ഹിസ്റ്ററി എക്സാം സിമ്പിൾ ആയിരിക്കും, 15-ാം തീയതി നടക്കുന്ന ഹിസ്റ്ററി എക്സാമിൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഈ ദിവസങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. പിന്നെ മാർച്ച് 15 ശനിയാഴ്ച, അതായത് എക്സാമിൻ്റെ അന്ന് രാവിലെ 6 മണിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന റോക്കറ്റ് റിവിഷൻ കേട്ടോ. അപ്പോൾ ഈ ദിവസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലൈവുകൾ തരുന്നത്. ഇനി ലൈവുകൾ മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പ്രഡിക്ഷൻ വീഡിയോ, നിങ്ങൾ കാത്തിരിക്കുന്ന പ്രഡിക്ഷൻ വീഡിയോയുടെ റെക്കോർഡ് വീഡിയോ ഉണ്ടാവും, മാപ്പിൻ്റെ റെക്കോർഡ് വീഡിയോ, ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ റെക്കോർഡ് വീഡിയോ, എസ്സേൻ്റെ റെക്കോർഡ് വീഡിയോ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് റെക്കോർഡ് വീഡിയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ദിവസങ്ങളിൽ യൂട്യൂബ് ചാനലിലൂടെ തരും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് ചാനൽ പിന്നെ ഇത് വെക്കുന്നുണ്ട്. ആ വാട്സപ്പ് ചാനലിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നോട്ട് നമ്മൾ അയച്ചു തരും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഒക്കെ നമ്മൾ തരിക നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയാണ്. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, അത് നിർബന്ധമായി ജോയിൻ ചെയ്യുക. പിന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. ഓരോ ദിവസത്തെയും ലൈവിന് ശേഷം ആ ലൈവിൻ്റെ നോട്ടുകൾ നമ്മൾ അയച്ചു തരിക നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയാണ്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ലൈവിൻ്റെ നോട്ട് കിട്ടും. വാട്സപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നമ്മൾ എജ്യൂപോഡുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്, നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്, പല അപ്ഡേറ്റുകൾ നമ്മൾ തരും നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടുകൾ നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ തരും, ലൈവ് നോട്ട് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് തരിക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. +1 ഹിസ്റ്ററിയിൽ ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്ന, +1 ഹിസ്റ്ററിയിൽ ഫുൾ മാർക്ക് 80 വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ ഈ ലൈവ് ഫോളോ ചെയ്ത് ദിവസം പഠിക്കണം. രാത്രി ലൈവും പകൽ പഠിത്തമാണോ. നമ്മൾ പകൽ ലൈവ് തരാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താ, രാത്രി നിങ്ങൾക്ക് ലൈവ് തരുന്നു, പകലിരുന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് പഠിക്കുന്നു. പകലിരുന്ന് അങ്ങോട്ടേക്ക് പഠിക്കുക. പകൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനുള്ള സമയമാണ്, പഠിക്കാനുള്ള സമയമാണ്. പകൽ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള സമയമാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. പകൽ സമയത്ത് രാത്രിയിലെ ലൈവിൻ്റെ നോട്ട് നോക്കി അതിലെ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ പിറ്റേന്നല്ല 15-ാം തീയതി നടക്കുന്ന എക്സാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. +1 ഹിസ്റ്ററി ഈസി ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത്, നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുക, നല്ല ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. പരമാവധി കുട്ടികളിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാം നമ്മൾ സെറ്റാക്കും, എല്ലാം നമ്മൾ ഉഷാറാക്കും, എല്ലാം നമ്മൾ ഓക്കെ ആക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ +1 ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്, +1 ഹിസ്റ്ററി ടഫ് ആണോ ഈസി ആണോ, ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.